PSC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇന്ത്യൻ നവോത്ഥാന നായകന്മാരെക്കുറിച്ച് PSC ചോദിച്ചിട്ടുള്ളതും ഇമ്പോർട്ടൻസ് ആയതുമായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാമേ. ആദ്യത്തേത് രാജാറാം മോഹൻ റോയ് ആണേ. രാജാറാം മോഹൻ റോയ് ജനിച്ച വർഷം 1772. രാജാറാം മോഹൻ റോയ് ജനിച്ച സ്ഥലം ബംഗാളിലെ രാധാനഗർ. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ്. 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് ആത്മീയ സഭ. 1825 കൊൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ച ഇന്ത്യൻ നേതാവും കൂടിയാണ് രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജ സ്ഥാപകനാണ് ഇദ്ദേഹം. ബ്രഹ്മസമാജത്തിന്റെ പ്രചാരണാർത്ഥം തുടങ്ങിയ വാരികയുടെ പേരാണ് സമ്പാദ് കൗമുദി. ബ്രഹ്മസമാജം സ്ഥാപിതമായ വർഷം 1828. ബ്രഹ്മസമാജത്തിന്റെ ആദ്യ പേര് ബ്രഹ്മസഭ. ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയ വർഷം 1830. സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം 1829. ശൈവ രീതിയിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹിക പരിഷ്കർത്താവും കൂടിയാണ് ഇദ്ദേഹം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ്. ഈ ഒരു രീതിയിലാണ് PSC ചോദിക്കുന്നത്. ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് രാജാറാം മോഹൻ റോയ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവും കൂടിയാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകത്തിൻ്റെ പേരാണ് ബജ്ര സൂജി. ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയ വ്യക്തിയാണ് ഇദ്ദേഹം. ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് 1830. റാം മോഹൻ റായ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ ഷാ രണ്ടാമൻ. കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമൂഹിക പരിഷ്കർത്താവും കൂടിയാണ് ഇദ്ദേഹം. ബംഗാളി പത്രമായ സമ്പാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ ഇദ്ദേഹമാണ്. 1833 സെപ്റ്റംബർ 27 ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വച്ച് അന്തരിച്ച ഇന്ത്യൻ നേതാവാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിന്റെ നേതൃത്വം വഹിച്ച വ്യക്തികളാണ് കേശവ് ചന്ദ്ര സെൻ, ദേവേന്ദ്രനാഥ് ടാഗോർ. ബ്രഹ്മസമാജത്തിന്റെ 2 പിരിവുകളാണ് ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും. റാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയുടെ പേരാണ് തത്വബോധിനി സഭ. മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് മോനിയർ വില്യംസ് ആണ്. അടുത്ത നവോത്ഥാന നായകൻ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നോക്കാം. സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് 1863 ജനുവരി 12. യുവജന ദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനത്തിലാണ് യുവജന ദിനമായി ആഘോഷിക്കുന്നത്. എന്നാണ്? ജനുവരി 12. സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ ദത്ത. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസ. ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. 1893 ചിക്കാഗോ സർവ്വമത സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ മലയാളി ആരായിരുന്നു? രാജാ രവിവർമ്മയായിരുന്നു. ചിക്കാഗോ മതസമ്മേളനത്തിലെ പ്രസംഗത്തിന് ശേഷം അമേരിക്കൻ ജനത സ്വാമിയെ വിശേഷിപ്പിച്ചത് ചക്രവാത സദൃശ്യനായ ഹിന്ദു എന്നാണ്. 1899 1900 പാരീസ് റിലീജിയസ് കോൺഗ്രസിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ പ്രഭാഷണത്തിൽ ആകൃഷ്ടയായ ബ്രിട്ടീഷ് യുവതിയുടെ പേരാണ് സിസ്റ്റർ നിവേദിത. സ്വാമി വിവേകാനന്ദയുടെ ശിഷ്യയാണ് സിസ്റ്റർ നിവേദിത. നിവേദിതയുടെ ആദ്യകാല നാമമാണ് മാർഗരറ്റ് എലിസബത്ത് നോബിൾ. സിസ്റ്റർ നിവേദിതയുടെ പ്രധാന ശിഷ്യനാരായിരുന്നു? സുബ്രഹ്മണ്യ ഭാരതിയായിരുന്നു. സ്വാമി വിവേകാനന്ദൻ ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക്. 1894. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവെന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചതാരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. വിവേകാനന്ദ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കന്യാകുമാരി. സ്വാമി വിവേകാനന്ദൻ ലോകത്തിന് നൽകിയ ആഹ്വാനമാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം 1902 ജൂലൈ 4. സ്വാമി വിവേകാനന്ദൻ്റെ പ്രമുഖ പത്രങ്ങളാണ് പ്രബുദ്ധ ഭാരതവും ഉദ്ബോധനും. അടുത്തത് ദയാനന്ദ സരസ്വതി.
ദയാനന്ദ സരസ്വതി ജനിച്ച വർഷം 1824 ഗുജറാത്തിലെ തങ്കാരയിലാണ്. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ദയാനന്ദ സരസ്വതി. ഹിന്ദു മതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് മൂൽശങ്കർ എന്നാണ്. മൂൽശങ്കറിന് ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി വിർജാനന്ദ. ആര്യ സമാജ് സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജത്തിൻ്റെ ആസ്ഥാനം ബോംബെ. ആര്യ സമാജം സ്ഥാപിച്ച വർഷം 1875. സത്യാർത്ഥ പ്രകാശം രചിച്ചത് ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം രചിക്കാൻ ഉപയോഗിച്ച ഭാഷ ഹിന്ദി. ദയാനന്ദ സരസ്വതി ആരംഭിച്ച പത്രം ആര്യപ്രകാശം. ഹിന്ദു മതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം ശുദ്ധി പ്രസ്ഥാനം. വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് സ്വാമി ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായ്. ദയാനന്ദ സരസ്വതി അന്തരിച്ച വർഷം 1883. ജോധ്പൂർ രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തുകയും അവിടെ വച്ച് വിഷം കലർന്ന ആഹാരം കഴിച്ച് മരിക്കാനിടയായ സാമൂഹിക പരിഷ്കർത്താവാണ് ദയാനന്ദ സരസ്വതി. സ്വരാജ്, സ്വഭാഷ, സ്വധർമ്മ എന്നീ ആശയങ്ങളെക്കുറിച്ച് ആദ്യമായി പ്രസ്താവിച്ചത് ദയാനന്ദ സരസ്വതി. അടുത്തത് ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1867. ഹിന്ദുമത ചിന്തകളെയും അനുഷ്ഠാനങ്ങളെയും ആധുനിക വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ പരിഷ്കരിക്കുക എന്നതായിരുന്നു പ്രാർത്ഥനാ സമാജത്തിൻ്റെ ലക്ഷ്യം. പ്രാർത്ഥനാ സമാജത്തിൻ്റെ മറ്റു നേതാക്കളാണ് MG റാനഡെ, RG ഭണ്ഡാർക്കർ, KT തിലക്. അടുത്തത് ജ്യോതിറാവു ഫുലെ. ഇന്ത്യയിലെ ജാതിവിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജ്യോതിറാവു ഫുലെ. ഗോവിന്ദറാവു ഫുലെ എന്ന പേരിൽ അറിയപ്പെടുന്നത് ജ്യോതിറാവു ഫുലെ. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെ. മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വിപ്ലവകരമായ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം സത്യശോധക് സമാജ്. സത്യശോധക് സമാജ് സ്ഥാപിച്ച വർഷം 1873. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് എവിടെയാണ്? പൂനെയിലാണ്, മഹാരാഷ്ട്രയിലെ പൂനെയിൽ. ഗുലാംഗിരി എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ജ്യോതിറാവു ഫുലെ. ഗുലാംഗിരി എന്ന വാക്കിനർത്ഥം അടിമത്വം. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു ജ്യോതിറാവു ഫുലെ. ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന ജ്യോതിറാവു ഫുലെയെ വിശേഷിപ്പിച്ചത് ധനഞ്ജയ് കീർ. ജ്യോതിറാവു ഫുലെയ്ക്ക് മഹാത്മാ എന്നു ബഹുമതി ലഭിച്ചത് 1888. അടുത്തത് വീരേശലിംഗം പന്തലു. ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് വീരേശലിംഗം പന്തലു. വിവേകവർധിനി എന്ന മാസിക ആരംഭിച്ചത് വീരേശലിംഗം പന്തലു. വിവേകവർധിനി ആരംഭിച്ച വർഷം 1874. ഹിതകാരിണി സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഹിതകാരിണി സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആരെന്നുള്ളത്. 1892 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചത് വീരേശലിംഗം പന്തലു. അടുത്തത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. 1920 ഇത് അലിഗഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി. അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തകരാണ് ചിരാഗ് അലി, നാസിർ അഹമ്മദ്. ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷൻ കോൺഫറൻസ് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സയ്യിദ് അഹമ്മദ് ഖാൻ. കോൺഗ്രസിൻ്റെ രൂപീകരണത്തെ എതിർത്ത് 1888 യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് സയ്യിദ് അഹമ്മദ് ഖാൻ. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നേടിയ ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് ഇദ്ദേഹം. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പത്രമാണ് തഹ്സീബ് ഉൾ അഖ്ലാഖ്. ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണെന്ന് അഭിപ്രായപ്പെട്ടത് സയ്യിദ് അഹമ്മദ് ഖാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.